രാവിലെ തന്നെ ഇതേ ഞാൻ അടുക്കളയിൽ കയറിയിട്ട് നമ്മുടെ പണികൾ ഓരോന്നായിട്ടാണ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇന്നിപ്പോൾ രാവിലെ നമ്മൾ കഴിക്കാനായിട്ട് ദോശയാണ് ഉണ്ടാക്കുന്നത്. ദോശയും ദോശയ്ക്ക് ഉള്ളി ചമ്മന്തിയാണ് കേട്ടോ. അപ്പം ഞാൻ എന്താ മാവൊക്കെ എടുത്ത് വെച്ച് നമ്മുടെ ആ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് ദോശ ഒഴിക്കാനുള്ള പുറപ്പാടാണ്. അപ്പം നമ്മുടെ ഗ്യാസ് സ്റ്റവിന് ചെറിയൊരു കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ആ ഒരു എന്താ പറയുക, കത്തണ ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അതിൻ്റെ പകുതിയിലേറെ തുരുമ്പ് പിടിച്ചിട്ട് ഇങ്ങനെ പൊട്ടി പോയിട്ടുണ്ട്. പിന്നെ അതിൽ കുറേശ്ശെ ആണ് കേട്ടോ തീ കത്തണുള്ളൂ. വലിയ അടുപ്പാണെന്നുണ്ടെങ്കിലും തീ കത്തൽ കുറവാണ്. എന്നാൽ അതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇപ്പുറത്തെ അടുപ്പ് നന്നായിട്ട് കത്തുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെ ദോശയൊക്കെ ഓരോന്നായിട്ട് ചുട്ടെടുത്ത് അതിൻ്റെ ഇടയിൽ കൂടെ ഇവിടെ അടുപ്പ് കത്തിച്ചിട്ട് നമ്മൾ അരി ഇട്ടിട്ടുണ്ട് കേട്ടോ ചോറിന്. അപ്പം മട്ടരി ആയതുകൊണ്ട് തന്നെ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുള്ളത്, ഗ്യാസിൽ വെച്ചില്ല. അങ്ങനെ അതും കഴിഞ്ഞിട്ട് ഒന്ന് മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇവിടെ നമ്മുടെ പപ്പ കൊണ്ടുവന്ന് തന്ന കോവലിൻ്റെ വള്ളിയിൽ നിറച്ച് കോവയ്ക്ക ഉണ്ടായിട്ടുണ്ട് കേട്ടോ. നിറച്ചെന്ന് പറയുമ്പോൾ ആദ്യം കായ്ക്കുകയാണ്. അപ്പോൾ 5 കോവയ്ക്ക ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. ആദ്യത്തെ വട്ടമായതുകൊണ്ട് തന്നെ 5എണ്ണം കിട്ടിയപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ ഇത് പിന്നെ നമ്മൾ പടർത്തി വിട്ടിട്ടൊന്നുമില്ല കേട്ടോ. അതങ്ങനെ വെറുതെ ഒരു വടി ഇങ്ങനെ കുത്തി കൊടുത്തിട്ടേ ഉള്ളൂ. അതുമ്പോൾ കൂടെ അങ്ങനെ ഉണ്ടായിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇതിനൊരു നെറ്റൊക്കെ കെട്ടി പടർത്തി വിടണം എന്നൊക്കെ പറഞ്ഞിട്ട് 2-3 കാലൊക്കെ കുഴിച്ചിട്ടിട്ട് 2 ആഴ്ച കഴിഞ്ഞു. പിന്നെ അത് നെറ്റ് കെട്ടലോ വലയൊക്കെ ഒന്നാണല്ലോ അല്ലേ, അത് ഒന്നും പടർത്തി വിടലോ ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. എന്തായാലും കോവയ്ക്കക്കൂട്ടം നന്നായിട്ട് കായൊക്കെ പിടിച്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ ആ കിട്ടിയ കോവയ്ക്കൊക്കെ പറിച്ച് കയ്യിലെടുത്തു കേട്ടോ. അപ്പോൾ അതേ നോക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ ഓരോന്നായിട്ട് അടുത്ത ടീംസ് ഇങ്ങനെ ഉണ്ടായി വരുന്നുണ്ട്. അപ്പോൾ ഈ 5എണ്ണമായിട്ട് ഇപ്പോൾ ഇതൊരു ഉപ്പേരിക്കുള്ളതോ ഒന്നുമില്ല. അപ്പോൾ പിന്നെ ഫ്രിഡ്ജ് കൊണ്ടുവയ്ക്കാമെന്ന് വിചാരിച്ചു. ഇനി 2-3 ദിവസം കഴിയുമ്പോഴേക്കും ഇവരൊക്കെ ഒന്നും കൂടിയും വലുതായി വരും. അപ്പോൾ പിന്നെ അതും കൂടിയും പറിച്ചിട്ട് നമുക്കൊരു ഉപ്പേരിയാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കോവയ്ക്ക് നേരെ കൊണ്ടുപോയി ഫ്രിഡ്ജിൽ വെച്ചു കേട്ടോ. ശ്രീകുട്ടർ സൗണ്ടൊന്നും കേൾക്കാതില്ലോ എന്ന് വിചാരിച്ചിട്ട് വന്ന് നോക്കിയപ്പോൾ അതേ ആള് നല്ല മേക്കപ്പിലാണ് കേട്ടോ. ഞാൻ കുളിപ്പിച്ചിട്ട് ഇങ്ങോട്ട് കയറ്റി വിട്ടതാണ്. പിന്നെ ഇവിടെ ഭയങ്കര മേക്കപ്പാണ്. പൊട്ട് വയ്ക്കുന്നുണ്ട്, ലിപ് ബാം ഇടുന്നുണ്ട്. അങ്ങനെ ഭയങ്കരമായ മേക്കപ്പാണ് കേട്ടോ. ആളിപ്പോൾ ഒറ്റയ്ക്ക് തന്നെ ഓരോന്നും ചെയ്യണോണ്ട് തന്നെ എനിക്കിപ്പോൾ ഈ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.